ഹായ് എല്ലാവർക്കും നമസ്കാരം. മാങ്ങ ഉപ്പിലിടുന്ന വിധവും ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഉപ്പിലിടാൻ മാങ്ങ എടുക്കുമ്പോൾ പൊട്ടലോ ചതവോ ഉള്ള മാങ്ങകൾ ഒഴിവാക്കുക. മാങ്ങ നന്നായി കഴുകിയതിനു ശേഷം ഉണങ്ങാൻ വെക്കുക. നേരിയ തോതിൽ പോലും ജലാംശം ഉണ്ടാകരുത്. ജലാംശം മുഴുവൻ പോയി പൂർണ്ണമായി ഡ്രൈ ആകുന്നത് വരെ ഉണങ്ങാൻ വെക്കുക. മാങ്ങ ഉണങ്ങാൻ വച്ചതിന് ശേഷം ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന പാത്രം നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുക. മാങ്ങ ഉപ്പിലിടാൻ ഏറ്റവും നല്ലത് ഭരണി തന്നെയാണ്. ഗ്ലാസ് പാത്രങ്ങളും ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് പാത്രം നല്ലതല്ല. പ്ലാസ്റ്റിക് ഉപ്പുമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ മാങ്ങ ഉപ്പിലിട്ടാൽ 2-3 മാസം കൊണ്ട് ഉപ്പുമാങ്ങ ഉപയോഗിച്ച് തീർക്കണം. ഉപ്പുമാങ്ങയിടാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുക്കാൻ വെക്കണം. പാത്രത്തിൽ മാങ്ങ ഇടുമ്പോൾ കല്ലുപ്പും മാങ്ങയും ഇടകലർത്തി ഇടുക. നല്ല പച്ചമാങ്ങയാണ് ഉപ്പിലിടാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ 1 കിലോ മാങ്ങയ്ക്ക് 200 ഗ്രാം ഉപ്പ് എന്ന തോതിൽ ഇടണം. കുറച്ച് പഴുത്ത മാങ്ങയാണ് ഉപ്പിലിടുന്നത് എങ്കിൽ 1 കിലോ മാങ്ങയ്ക്ക് 150 ഗ്രാം ഉപ്പ് എന്ന തോതിൽ ഇടണം. ഉപ്പ് അധികമായാൽ മാങ്ങ ഉറപ്പ് കൂടി കല്ലുപോലെ ആകും. ഭരണിയിൽ മാങ്ങയും ഉപ്പും ഇട്ടതിനു ശേഷം മാങ്ങ നന്നായി മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അടപ്പിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അടപ്പ് ഭാഗം നന്നായി പൊതിഞ്ഞു മുറുക്കി കെട്ടുക. അതിനു മുകളിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് പൊതിഞ്ഞു മുറുക്കി കെട്ടുക. 1 മാസം കഴിയുമ്പോഴേക്കും ഉപ്പ് മാങ്ങയിൽ നന്നായി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഉപ്പുമാങ്ങ എടുത്ത് ഉപയോഗിക്കാം. ഉപ്പുമാങ്ങ ഭരണി ഈർപ്പം ഒട്ടും തട്ടാതെ ഡ്രൈ ആയി വേണം സൂക്ഷിക്കാൻ. ഈർപ്പം തട്ടിയാൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ടൈൽസ് പാകിയ നിലത്താണ് ഉപ്പുമാങ്ങിയിട്ട ഭരണി വെക്കുന്നതെങ്കിൽ ഭരണിയുടെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉപ്പുമായുള്ള സമ്പർക്ക നിമിത്തം ടൈൽസിൽ ചിലപ്പോൾ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. ഭരണിയുടെ അടിയിൽ പ്ലാസ്റ്റിക് കവറിന് പകരം ഒരു മരപ്പലക വെച്ചാലും മതി.